ഹലോ. മുന്നെയൊക്കെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ വീട്ടിൽ ആദ്യം റെഡിയാവുന്ന ആൾ ഞാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് താമസിച്ചിറങ്ങി എൻ്റെ കെട്ടിയവൻ്റെ വായിരിക്കുന്ന വിളിച്ചതും വിളിച്ചതും എല്ലാം കേട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങത്തുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞായറാഴ്ച ഒരു 11:30 ആയപ്പോൾ ഇക്ക പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു 2:30 ആകുമ്പോൾ നമുക്ക് എങ്ങോട്ടേലും പോവാം, പെട്ടെന്ന് തന്നെ റെഡിയാവണം, സമയത്തിന് ഇറങ്ങണം, താമസിച്ചാൽ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാനായിട്ട് താമസിച്ച് വായിരിക്കുന്നത് കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു 12 മണിയായപ്പോഴത്തേക്കും ഞാൻ 2 എണ്ണത്തിനെ കുളിപ്പിച്ച് അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ റെഡിയാക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഒരാൾ ഫോണും കൊണ്ട് തറയിൽ കിടക്കുന്നു, മറ്റാൾ മുറ്റത്ത് പോയിരുന്ന് മണ്ണ് വാരിക്കളി, ദേഹം മൊത്തം കണ്ണി കണ്ടതെല്ലാം വാരിയിട്ട് ചെളിയാക്കും. അതാണ് ഇവർ രണ്ടുപേരും നേരത്തെ റെഡിയാക്കിയാലുള്ള പ്രശ്നം. പക്ഷേ ഇന്നിനിപ്പോൾ എന്ത് വന്നാലും എനിക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ ഇവരെ രണ്ടുപേരെ നേരത്തെ അങ്ങോട്ട് റെഡിയാക്കി. ഞാനും റെഡിയായി. കറക്റ്റ് 2:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തമ്പുരാനറിയാം. കാരണം ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും അത്ര വലിയ പ്ലാനിങ് ഒന്നുമില്ല. നമ്മൾ സമയം നോക്കും, ഇന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് ഇത്ര മണിക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നോക്കും. എത്തും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് പോവാറുള്ളൂ. ഒരുപാട് പ്രാവശ്യം ഓരോടത്ത് പ്ലാൻ ചെയ്ത് പകുതി വഴി എത്തി വേറെ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിച്ച് തിരിച്ച് വന്നിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴി ചേട്ടത്തിയും പിള്ളേരും ഉണ്ട്. അപ്പം നമ്മൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് പോണത്. അപ്പം എവിടെയാണ് പോണതെന്ന് ചോദിച്ചാൽ ശംഖുമുഖത്താണ് പോണത്. നമ്മൾ ആദ്യം കനകക്കുന്നിലെന്തോ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പിള്ളേർക്കൊക്കെ കടൽ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ശംഖുമുഖത്തോട്ടാണ് വണ്ടി വെച്ച് പിടിച്ചത്. ഞങ്ങൾ പോയത് ഞായറാഴ്ചയാണെങ്കിലും പക്ഷേ ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, റോഡിൽ അങ്ങനത്തെ തിരക്കുകളോ ഒന്നുമില്ല, നല്ല ശാന്തം. ഞങ്ങൾ പെട്ടെന്ന് എത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇക്കാര്യം പറയുകയും ചെയ്തു, ഇന്ന് എന്താണോ എന്തല്ലേ ഇക്ക ഞായറാഴ്ചയായിട്ട് തിരക്കൊന്നുമില്ല എന്നപ്പോൾ ചേട്ടത്തിയും ഇക്കായും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്തായാലും തിരിച്ചു വരുമ്പോൾ നല്ല ബ്ലോക്കായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞതിനൊരു മാറ്റമില്ലെങ്കിലും തിരിച്ചു വരാൻ ഞങ്ങളൊന്ന് പേരൂക്കട ഒന്ന് എത്തിപ്പെടാൻ കേട്ടോ പാട് വല്ലാത്ത കഷ്ടപ്പെട്ടു, അമ്മാതിരി ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങളിതാ ശംഖുമുഖത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും വലിയ തിരക്കൊന്നുമില്ല, ശാന്തമായിട്ട് കിടപ്പുണ്ട്. വലിയ തിരക്കോ ബഹളങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ റോഡിലൊക്കെ നിന്ന് അവിടുത്തെ കാഴ്ചയെ കണ്ടിട്ട് പിന്നെ നേരെ കടലിലോട്ട് ഇറങ്ങാൻ പോയി. പിള്ളേരെയും കൊണ്ട് ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് പോയി, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചില്ല. എല്ലാം നല്ല ഭംഗിയാണ്, പക്ഷെ നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നണതൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെന്താ, പിള്ളേരങ്ങോട്ട് കടലിൽ കളിയായിരുന്നു. പിള്ളേർ മാത്രമല്ല എല്ലാവരും. റിദാനെ വെള്ളത്തിലോട്ട് ഇറങ്ങില്ല, കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടെ ശരിക്കും പട്ടികൾ കടൽക്കരയിൽ കിടപ്പുണ്ടായിരുന്നു. റിദ പട്ടികൾ അടുത്തുകൾ പോണത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. അവൻ നമ്മൾ എടുത്താൽ ഇരിക്കത്തുമില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ പോകത്തുമില്ല. പട്ടികൾ അടുത്തോട്ട് പോകണം, ഇതുങ്ങൾ കടിക്കോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി മുകളിൽ വന്നിട്ട് ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. കടലിൻ്റെ തീരത്ത് ശംഖുമുഖത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മുട്ട ബജിയും ഉള്ളിവടയും വാഴയ്ക്കപ്പവും ഒക്കെ മേടിച്ചു. ഒരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളടുത്ത് വെട്ടുകാട് പള്ളിയിലോട്ടാണ് പോയത്. ഇതിനിടയിൽ നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയെടുത്ത് ചുമ്മാ കിടന്ന പട്ടിയെ റബ്സ കാലതെടുത്ത് വീശി, അത് കടിച്ചില്ല. ഞാൻ അലറിയത് കൊണ്ട് ആ പട്ടി എൻ്റെ അലറി അടിച്ച് അത് ഓടിപ്പോയി. ഇല്ലെങ്കിൽ റംസാനെ അതിൻ്റെ അതിൻ്റെ വായിലിരിക്കുകയായിരുന്നു. അതിനാണ് അത് കുരച്ച് ചാടി വന്നത്. ഞാനും പേടിച്ചു, ഞങ്ങളെല്ലാവരും പേടിച്ചു, കടിച്ചത് തന്നെയാണ് വിചാരിച്ചത്. ഞങ്ങൾ നേരെ വെട്ടുകാട് പള്ളിയിലെത്തി. പിള്ളേർക്ക് അവിടെ പിന്നെ ടോയ്സ് കണ്ടപ്പോൾ അത് വേണം, അതിന് വേണ്ടിയിട്ടുള്ള ബഹളമായി. പിന്നെ ചേട്ടത്തി ടോയ്സൊക്കെ മേടിച്ചു കൊടുത്ത്. അപ്പോൾ അവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞങ്ങളവിടെ പള്ളീൻ്റെ അവിടെ മുറ്റത്ത് വന്ന് തറയിലിരുന്ന് പിള്ളേർക്ക് നല്ല രസം മണൽ വാരി കളിക്കാൻ വേണ്ടിയിട്ട്. റിദാ മണൽ വാരി കളിയും മാറി മാറി എറിച്ചിലും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്ന് പാനിപൂരി, പോയ നേരം മുതലേ ബഹളമായിരുന്നു. പാനിപൂരി സ്പൈറൽ പൊട്ടറ്റയോ അങ്ങനെ എന്തുകൊണ്ടല്ലോ അതൊക്കെ മേടിച്ചു വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ അത് കൊള്ളൂല എന്നാണ് വിചാരിച്ചത്, പക്ഷേ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഒരു 7:30 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നെടുമങ്ങാട് എത്തിയപ്പോൾ തന്നെ
അങ്ങനെ ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നേരെ സംസത്തിലോട്ട് കയറി എന്തെങ്കിലും കാപ്പി കുടിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇക്കാക്ക് പിള്ളേർക്കൊക്കെ കുഴിമന്തി മതി എന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുഴിമന്തി വാങ്ങിച്ചു. ഒരിക്കൽ ഇതുപോലെ കയറി മേടിച്ചിട്ട് ചോറൊക്കെ ബാക്കി ഇട്ടപ്പോഴത്തേക്കും അന്നേ പറഞ്ഞതാണ് ഇനി മന്തി മേടിക്കത്തില്ല എന്ന്. പക്ഷേ പിള്ളേർ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഓക്കെ മന്തി മേടിക്കാമെന്ന് വിചാരിച്ചു. മന്തി മേടിച്ചു. കുറേ നാൾ കൂട്ടിയിട്ട് കഴിച്ചതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നല്ല കമ്മ സോസൊക്കെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മന്തിക്കും മയോണൈസും സോസും വേണം. പക്ഷേ ഇക്കാക്ക് ഇത് രണ്ടും വേണ്ട. ആ തക്കാളീൻ്റെ ഒരു ചട്നി ഉണ്ടല്ലോ അത് മാത്രം മതി. എനിക്കെന്തോ അത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുപ്പിനൊരു മന്തിയൊക്കെ കഴിച്ച് നേരെ വണ്ടി വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എന്തായാലും ഞാൻ മീഷോയിലൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് വീട്ടിലിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് അടുത്തൊരു വീഡിയോ കാണിക്കും. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.